അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇമേജിലേക്ക് പോകാം. രണ്ടാമത്തെ ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു പക്ഷിയും താഴെ ഒരുപാട് ആടുകളുണ്ട്. അപ്പം ഈ ആടുകൾ പറയാണെന്ത്, ഞങ്ങൾ ഫ്രീഡം എന്നുള്ളൊരു സംഗതി ഞങ്ങൾക്കില്ല എന്നുള്ളതാണ് ആടുകളുടെ മൈൻഡിൽ വരുന്നത്. എന്നാൽ പക്ഷി പറയുന്നത് എന്താണ്, എനിക്ക് ഫ്രീഡം ഉണ്ട്, ബട്ട് ഞാൻ എന്താണ് ഒറ്റക്കാണെന്നുള്ളത്. അപ്പം ഈ ഒരു ഇമേജിനെ നമ്മളെ ലൈഫായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമുക്ക് എപ്പോഴും നമ്മളെ ഫോക്കസ് പോകുന്നത് നമ്മുടെ ഇല്ലാത്ത സംഗതികളിലേക്കാണെന്നുണ്ടെങ്കിൽ, ഇല്ലായ്മയിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ലൈഫ് എൻജോയ് ചെയ്യുക ഇൻ ദ സെൻസ് നമ്മൾ അടിച്ചു പൊളിക്കുക എന്നുള്ളവരി ഈ മൊമെൻറ്റിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് അവസാനം എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ലൈഫ് എൻഡിലേക്ക് എത്തുന്നവരെ നമ്മൾ ആ ഒരു പരാതികളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ബേർഡിന് ഫ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ട്, ഒരുപാട് മുകളിലൂടെ ഫ്ലൈ ചെയ്യാനുള്ള ആ കഴിവിനെ അവർ കാണുക എന്നത്. അതുപോലെ തന്നെ ഈ ആടുകൾ അവരെ കൂട്ടത്തിൽ ആ ഒരു ടീമിനൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ പറയും ഓരോരുത്തർക്കും ഓരോന്നാണ് ദൈവം കൊടുത്തിട്ടുള്ളത്. ആ തന്നതിൽ നമ്മൾ സംതൃപ്തരാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും നല്ലൊരു മൈൻഡ് സെറ്റോടു കൂടി ഒരു ഹാപ്പിനെസ്സിനോട് കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്.